ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ ക്ലീനിങ് റുട്ടീൻ ഞാൻ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലത്തെ ടോപ്പിക്ക്, അല്ലെങ്കിൽ മോർണിംഗ് ക്ലീനിങ് റുട്ടീൻ എന്നും പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ പടം വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിരുന്നത്, ഞാൻ ചാനൽ തുടങ്ങിയത് ഫസ്റ്റ് വീഡിയോ മോർണിംഗ് ക്ലീനിങ് റുട്ടീനായിരുന്നു ആദ്യത്തെ. പക്ഷേ അതിലെൻ്റെ ഒന്നുമില്ല, ജസ്റ്റ് മ്യൂസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേര് ചോദിച്ചിരുന്നു എന്താണിത് എക്സ്പ്ലെയിനൊന്നും ചെയ്യാത്ത, അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് പുതിയതായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സാധാരണ ഞാൻ ക്ലീനിങ് തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 9:30 മണിയാണ്. ഞാൻ വീട്ടിലുണ്ടെങ്കിലും തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ആ സമയം ഫോളോ ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ മക്കൾ ഒരു 8:30 ആകുമ്പോഴേക്കും ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കഴിച്ച് നല്ലൊരു എനർജിയൊക്കെ കിട്ടിയ ശേഷം ഞാൻ എൻ്റെ 9:30 ക്ലീനിങ് തുടങ്ങും. 1 മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് തുണികൾ അലക്കാനിടും ആദ്യം തന്നെ. അത് എന്താ വെച്ചാൽ ക്ലീനിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ അലക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്ഥിരമായിട്ട് ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് തുടങ്ങാറ്. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം, പിന്നെ അതിന് ശേഷം ലിവിങ് റൂം, അത് കഴിഞ്ഞാൽ ഡൈനിങ് റൂം, അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളുടെ റൂമും അച്ഛനമ്മയുടെ റൂമും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓർഡറിലാണ് സ്ഥിരമായിട്ടും ഞാൻ ക്ലീനിങ് ചെയ്യാറ്. എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ എന്നും ഡ്രസ്സിങ് റൂമിൽ തുടങ്ങി ഏറ്റവും അവസാനം കിച്ചണാണ് ക്ലീൻ ചെയ്യാറ്, ആ ഒരു ഓർഡറിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഓർഡർ കണ്ടുപിടിക്കുക. ആ ഓർഡറിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സ്പീഡിൽ. അപ്പോൾ നമുക്ക് വെറും 1 മണിക്കൂർ കൊണ്ട് ഫുൾ തുടക്കലടക്കം നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കിച്ചൺ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ 10:30 എൻ്റെ ക്ലീനിങ് കഴിയുമെന്ന് പറഞ്ഞില്ലേ, ഭക്ഷണം വെച്ച ശേഷമാണ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് പോകാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിട്ട് ഡ്രസ്സിങ് റൂമുണ്ട്. നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മക്കൾ ക്ലാസ്സിൽ പോകുന്ന ടൈമിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വെക്കാം. നമ്മൾ നൈറ്റ് ടൈം ക്ലീനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ മുമ്പ് ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വൈകുന്നേരം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതായിട്ട് ബെഡ്റൂമിൽ നമുക്ക് ചെയ്യാനുള്ളത് തലോണകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം പുതപ്പ് മറക്കാതെ മടക്കി വെക്കുക. ഈ 2 കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വെക്കുമ്പോഴും പുതപ്പൊക്കെ മടക്കി വെക്കുമ്പോൾ തന്നെ റൂം കുറേ വൃത്തിയാവും. നമ്മൾ എത്ര തിരക്കായാലും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വൃത്തിയിൽ കിടക്കും റൂം. ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ വേഗം തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയുള്ളത് ലിവിങ് റൂമിൽ ടീപ്പോയിമേ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിന്മേൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കിച്ചണിൽ വയ്ക്കുക. പിന്നെ റൂമുകൾ 2 റൂമാണ് പിന്നെയുള്ളത് വീട്ടിൽ. ആ റൂമുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെ റൂം നല്ല നീറ്റായിട്ട് എടുക്കണം, ഒന്നും ചെയ്യാനില്ല. പിന്നെ കുട്ടികളുടെ റൂമാണ്, അവിടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ കുട്ടികൾ ക്ലാസ്സിൽ പോകുന്ന ടൈമിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എടുത്ത സാധനമൊന്നും അവരും തിരിച്ച് വെക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനിയുള്ളത് നമ്മൾ വൃത്തിയാക്കണതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കണം. അതായത് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസ്, ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാത്തിനെ പറ്റി ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പൈക്കാർഡിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ അത് കാണാം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ചൂലിനെ പറ്റി, ഞാൻ ഉപയോഗിക്കുന്ന മോപ്പ്, ഞാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ്ങിൻ്റെ ലിക്വിഡ്, ഇതിനെ പറ്റിയിട്ട് എല്ലാത്തിനെ പറ്റിയിട്ടും വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ക്ലീനിങ്, അതായത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലീനറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മറക്കാണ്ട് നിങ്ങളും ചെക്ക് ചെയ്യുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ അത് സഹായിക്കും. പിന്നെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്മെല്ല് വരാനുള്ള ഓയിലാണ് പുൽത്തൈലം അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിൽ. ആയുർവേദിക് ഷോപ്പുകളിൽ ഇത് മേടിക്കാൻ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു വാരലാണ്. അത് എല്ലാ റൂമുകളും ഒരുപോലെ തന്നെ ഒരേ ഓർഡറിൽ തന്നെയാണ് തുടങ്ങണത്. ഇതിപ്പോൾ ഡ്രസ്സിങ് റൂമിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂം, ലിവിങ് റൂം, ഡൈനിങ് റൂം, കുട്ടികളുടെ റൂം, അങ്ങനെ ആ ഒരു ഓർഡറിൽ ഇതിപ്പോൾ തുടങ്ങിയേക്കാണ് അടിച്ചു വാരൽ. അപ്പോൾ നമുക്ക് വേഗം ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങളാരും പോയിട്ടില്ലല്ലോ, വീഡിയോ നിർത്തി പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ച് വാരി ഇപ്പോൾ ഡൈനിങ് റൂം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസാരകളെല്ലാം മാറ്റി എന്താ പറയുക ടേബിളിൻ്റെ അടിയിൽ നിന്നൊക്കെ നന്നായി അടിച്ച് വാരി എടുക്കുകയാണ്. എനിക്ക് ചില സമയത്ത് ഇത്തിരി മടി വരണത് ഈ കസാരകൾ മാറ്റലാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ചില നേരത്ത് ഭയങ്കര മടി അത് എടുത്ത് മാറ്റാൻ. അപ്പോൾ അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുടയ്ക്കലാണ്. അപ്പോൾ ഇതൊരു ഡെയിലി ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റാവുന്ന പോലെ അടിച്ചെടുക്കുക. കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് ഉള്ളൊരു അടിച്ചു വാരലൊന്നും വേണ്ട. ആഴ്ചയിൽ ഒരിക്കലും നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരി എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തുടയ്ക്കലാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഇത് കണ്ടില്ലേ, പുൽത്തൈലം എന്നാ പറയുക, ലെമൺ ഗ്രാസ് ഓയിൽ. ചിലവർക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും, ചിലവർക്ക് അങ്ങനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടി പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള പണികൾ, അതായത് അടിച്ച് വാരൽ വരെയുള്ള പണികൾക്ക് നമുക്ക് മാക്സിമം അരമണിക്കൂർ സമയം എടുക്കുള്ളൂ, അല്ലെങ്കിൽ 45 മിനിറ്റ്. അതിനും കൂടുതൽ എടുക്കില്ല. പക്ഷേ തുടക്കലും കൂടി ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സമയം വേണം. ഒരു മണിക്കൂറോളം നമ്മൾക്ക് മുഴുവൻ ഈ ക്ലീനിങ് ചെയ്തെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല, ഞാൻ ഒന്നരാടം വെച്ചാൽ തുടയ്ക്കാറുള്ളൂ. അത് പറഞ്ഞപ്പോൾ ചിലവർ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞു ഡെയിലി തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയ റുട്ടീനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ആരോടും നിർബന്ധിക്കില്ല ഡെയിലി തുടയ്ക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും മതി എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്ന റുട്ടീൻ, നിങ്ങൾക്ക് എനർജീൻ്റെ നിങ്ങൾക്ക് ടൈം ഇടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചും കൂടി എന്താ പറയുക, ഇത്തിരി തിരക്കുള്ളവർക്കും പെട്ടെന്ന് അതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്യാനുള്ള എനർജി ഇല്ലാത്തവർക്കും വീട്ടിൽ ജോലിക്കാരൊന്നും ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള റുട്ടീൻസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയൊന്നും വെച്ചിട്ടില്ല, എനിക്കിഷ്ടമില്ല. കാരണം അവരെ കൺട്രോൾ ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാൻ എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റുട്ടീൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനീ പറയുന്നത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യം റൂമുകളിലുള്ള കണ്ണാടികൾ തുടയ്ക്കലാണ്. അതിനുപയോഗിക്കുന്ന ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണാടികളൊന്ന് തുടച്ചെടുക്കുക. കാരണം കയ്യിൻ്റെ അടയാളങ്ങളൊക്കെ കുട്ടികളൊക്കെ തൊട്ടിട്ടൊക്കെ അതുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാലത്ത് ഞാൻ ഈ കണ്ണാടികൾ മാത്രം തുടച്ചിടാറുള്ളൂ, ബാത്റൂംസിലും അതുപോലെ റൂമുകളിലുള്ള കണ്ണാടികളും. ബാക്കി ബാത്റൂം ക്ലീനിങ്ങും ഇതൊന്നും ഞാൻ രാവിലെ ചെയ്യാറില്ല. അത് ഞാൻ എൻ്റെ നൈറ്റ് ടൈം ക്ലീനിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം മാത്രമേ. അപ്പോൾ കണ്ണാടികളൊക്കെ തുടച്ചെടുത്ത ശേഷം പിന്നെ എൻ്റെ ഡ്രസ്സിങ് റൂമിൽ ഒരു സ്ലാബ് പോലെ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് തുടച്ചിടണം. അത് മാത്രമല്ല ടീപ്പോയ് ഉണ്ട് ലിവിങ് ഹാളിൽ, അതും കൂടി ഒന്ന് തുടച്ചിടണം. പിന്നെ ഡൈനിങ് ടേബിളുമ്പോൾ ഇപ്പോൾ ഒരു തുണി ഇട്ടേക്കണ കാരണം അത് തുടയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതും കൂടി ഞാൻ തുടയ്ക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ റൂമുകളിലെ ക്ലീനിങ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിന് ഞാനിപ്പോൾ തുടക്കലടക്കം എടുത്തത് 1 മണിക്കൂറാണ് സമയം എടുത്തത്. അപ്പോൾ അതായത് സമയം ഒരു 10:30 മണിയായി. അതിന് ശേഷമാണ് കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാറ്. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും അമ്മ വീട്ടിലുള്ള കാരണം അമ്മ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് ചെയ്ത ശേഷമാണ് കുക്കിങ്ങിന് വരാറുള്ളൂ. അപ്പോഴേക്കും അമ്മ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെനിക്കൊരു വലിയൊരു സഹായമാണ്. അപ്പോൾ അമ്മയ്ക്ക് ക്ലീനിങ് അധികം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഞാനപ്പോൾ വരുമ്പോഴേക്കും അത് വന്ന ശേഷം ഞാൻ കിച്ചൺ ഫുള്ള് എന്താ പറയുക സ്റ്റൗവൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിടുള്ളൂ. കാരണം വൈകുന്നേരമാണ് നന്നായിട്ട് സ്റ്റൗ ക്ലീൻ ചെയ്യാറ്. പിന്നെ സിങ്കിൻ്റെയും അവിടെയും സ്ലാബൊക്കെ നന്നായൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ അടിച്ച് വാരി കിച്ചൺ തുടച്ചെടുക്കും. അപ്പോൾ അതോടുകൂടി കിച്ചൻ്റെ ക്ലീനിങ്ങും അവസാനിച്ചു. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത ശേഷം തുണികൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി കൊണ്ടിട്ട് കഴിയുന്നതോടുകൂടി രാവിലത്തെ ക്ലീനിങ് റുട്ടീന് അവസാനിക്കുകയാണ്. അപ്പോൾ അതായത് സമയം ഒരു 12 മണിയായി. അതിനുശേഷം ഫുൾ ഫ്രീ ടൈമാണ്. 4 മണി വരെ എൻ്റെ ഫ്രീ ടൈം എന്ന് പറയാം. അതായത് 3:30 ആകുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ മക്കൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ. ചിലർ ചോദിക്കാറുണ്ട് എപ്പോഴും ക്ലീനിങ് ആണോ എന്നല്ല, ഞാൻ വെറും 1 മണിക്കൂർ മാക്സിമം എടുക്കണമല്ലോ ഒരു ദിവസം. ബാക്കി ടൈം നമുക്ക് എത്രയോ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നു. ആ ഒരു ടൈം നമ്മൾ വീട് ഓർഗനൈസ് ചെയ്തും ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് എടുക്കണതിന് എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ടായി ുള്ളൂ. വീട് ഇങ്ങനെ ഒതുക്കിയിട്ട് കഴിയുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ ഇല്ലാതെ ഇരിക്കാനും എനിക്കെന്തോ അറിയില്ല, എനിക്ക് ക്ലീനിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ റിലാക്സ് ആയിട്ട് മൈൻഡ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതായത് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് റൂം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പം നിങ്ങളും മറക്കാണ്ട് നാളെ ടാസ്കുകൾ ചെയ്യുക. വൈകുന്നേരത്തെ ക്ലീനിങ് ചെയ്ത ശേഷം രാവിലത്തെ ക്ലീനിങ് ചെയ്യുക. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിങ്ങളൊരു റുട്ടീൻ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് എന്നോട് പറയാം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.